2024 മലയാള സിനിമാ വ്യവസായത്തിന് നഷ്ടം 700 കോടിയെന്ന നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. 1000 കോടി മുതൽ മുടക്കിൽ പുറത്തിറങ്ങിയ 199 ചിത്രങ്ങളിൽ ലാഭമുണ്ടാക്കിയത് 26 മാത്രം. അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാത്തതടക്കം പ്രതിസന്ധിയിലേക്ക് നയിച്ചുവെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. 2024 ജനുവരി മുതൽ ഇതുവരെ റിലീസായത് ആകെ 204 ചിത്രങ്ങളാണെങ്കിൽ അതിൽ 199 പുതിയ റിലീസും 5 റീ റിലീസുമായിരുന്നു. പുതിയ റിലീസായ 199 ചിത്രങ്ങളിൽ 26 മാത്രമാണ് സൂപ്പർ ഹിറ്റ്, ഹിറ്റ്, ആവറേജ് ഹിറ്റ് എന്നീ നിലകളിൽ പ്രകടനം കാഴ്ചവെച്ചത്. ലാഭം ലഭിച്ചതാകട്ടെ 300 കോടി മുതൽ 350 കോടി രൂപ വരെ മാത്രം. 700 കോടിയോളം രൂപ നഷ്ടമുണ്ടാക്കി ബാക്കിയുള്ളവ തിയേറ്ററുകളിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെയാണ് കടന്നുപോയതെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നു. റീ റിലീസ് ചിത്രങ്ങളിൽ നേട്ടമുണ്ടാക്കിയത് ദേവദൂതൻ മാത്രമാണ്. തിയേറ്റർ വരുമാനത്തിന് പുറമെ ലഭിക്കേണ്ട മറ്റു വരുമാനങ്ങൾ അടഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ സിനിമയുടെ നിർമ്മാണ ചെലവിൽ കുറവ് വരുത്തേണ്ട സാഹചര്യമുണ്ടെന്നും നിർമ്മാതാക്കൾ പറയുന്നു. അഭിനേതാക്കളുടെ പ്രതിഫല ഇനത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിരുന്നു. പ്രതിസന്ധി മനസ്സിലാക്കി പൂർണ്ണമായും അഭിനേതാക്കൾ സഹകരിക്കാത്തതും സിനിമാ വ്യവസായം അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധിയാണെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നു. ജനം, കൊച്ചി.